Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ വെൽക്കം. ഫാൻ അല്ലെങ്കിൽ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിലെ മോട്ടോർ എങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇതിന് റീസൺ. എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഈ കൺസെപ്റ്റ് നമുക്കിന്ന് ക്ലിയർ ആക്കാം. ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യുക. സെക്കൻഡ് പാർട്ട്, മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഈ റൂൾ അപ്ലൈ ചെയ്യുക. അതുപോലെ ഒരു ഇലക്ട്രോൺ വന്നാൽ എന്ത് സംഭവിക്കുമെന്നും ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് റൂൾ നോക്കാം. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്നിവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇനി റൂൾ ഇങ്ങനെ പറയാം: ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷനിലും ആണെങ്കിൽ നിങ്ങളുടെ തമ്പ് ആ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കൃത്യമായി ഇൻഡിക്കേറ്റ് ചെയ്യും. സ്ക്രീനിലെ ഡയഗ്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയി മനസ്സിലാകും. നിങ്ങളും ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്തു നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിലുള്ള കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. അതായത് അതിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യാം. എന്നാൽ കറന്റ് പോകുന്ന സെയിം ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും ഇലക്ട്രോണിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്നോ? കൺവെൻഷണൽ കറന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷനും നാച്ചുറലി റിവേഴ്സ് ആകും. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.